നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. 4 സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വടകര സീറ്റിൽ മത്സരിക്കണമെന്ന സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. പ്രവീൺ കുമാർ, സജീവ് മറോളി എന്നീ പേരുകളാണ് വടകരയിലേക്ക് പരിഗണിക്കുന്നത്. സീറ്റ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുക്കും. വയനാട് ടി സിദ്ദിഖിനാണ് സാധ്യത. ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ് എന്നിവർ സ്ഥാനാർത്ഥികളാകും. കോൺഗ്രസിലെ ഗ്രൂപ്പ് തമ്മിലടിയെ വിമർശിച്ച വി.എം. സുധീരനെതിരെ എം.എൽ.എ. എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒറ്റ രാത്രി കൊണ്ട് പാച്ചേനിയെ ഗ്രൂപ്പ് മാറ്റിയ സുധീരൻ ഗ്രൂപ്പ് മുതലാളിമാരെ വിമർശിക്കേണ്ടെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ കുറിപ്പ്. സതീശൻ പാച്ചേനിക്ക് മുൻപ് ഡിസിസി പ്രസിഡന്റാക്കാൻ സുധീരൻ ഗ്രൂപ്പിലേക്ക് മാറ്റിയ ചരിത്രം ഓർമ്മിപ്പിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. പോസ്റ്റ് അനവസരത്തിലുള്ളതാണെന്നും പിൻവലിക്കുന്നതാണ് നല്ലതെന്നും പോസ്റ്റിന് വി.ടി. ബൽറാം കമന്റ് ചെയ്തു. ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും. ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന 91 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം കേരളത്തിലെ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. മനോഹർ പരീക്കറിന്റെ മരണത്തെ തുടർന്ന് ഇന്നലെ യോഗം റദ്ദാക്കിയിരുന്നു. സംസ്ഥാനം നൽകിയ പട്ടികയിൽ കെ. സുരേന്ദ്രന്റെ പേര് ആറ്റിങ്ങലിലും ശ്രീധരൻപിള്ളയുടെ പേര് പത്തനംതിട്ടയിലുമാണുള്ളത്. അൽഫോൺസ് കണ്ണന്താനം കൊല്ലം, ടോം വടക്കൻ എറണാകുളം എന്നിങ്ങനെയാണ് പട്ടിക. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടികയിൽ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തിയുണ്ട്. SDPIയെ തള്ളിപ്പറഞ്ഞ് ലീഗ് പാർട്ടി അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. തീവ്രവാദ സംഘടനകളുടെ വോട്ട് ലീഗിന് വേണ്ടെന്ന് തങ്ങൾ പറഞ്ഞു. UDFന്റെ പൊന്നാനി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്ങൾ. ഖദറിട്ട് വന്ന കോൺഗ്രസുകാരെ കബളിപ്പിക്കാൻ വരുന്നവർക്ക് തിരിച്ചടി നൽകണമെന്ന് ചെന്നിത്തല പറഞ്ഞു. SDPIയെ പേരെടുത്ത് പറയാതെയായിരുന്നു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിമർശനം. അവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, അവരുടെ ഏത് വോട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതില്ല എന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദില്ലിയിൽ നിന്നും നേരിട്ട് കൺവെൻഷൻ വേദിയിലേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല BJPക്കും CPMനുമെതിരെ നിശ്ചിത വിമർശനം നടത്തി. പ്രസംഗത്തിനൊടുവിൽ കോൺഗ്രസുകാർ PV അൻവറിന്റെ വലയിൽ വീഴരുതെന്നും ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഖദറിട്ടുകൊണ്ട് കോൺഗ്രസുകാരെ കബളിപ്പിക്കാൻ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. എല്ലാ കോൺഗ്രസുകാരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് E.T. മുഹമ്മദ് ബഷീറിന്റെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങും. E.T. മുഹമ്മദ് ബഷീറിന് 2009 മികച്ച ഭൂരിപക്ഷം നൽകണമെന്ന് കുഞ്ഞാലിക്കുട്ടി. അന്നത്തെ ട്രെൻഡാണ്. E.T. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തോ 1.5 ലക്ഷമോ ആയാൽ അതിന് യാതൊരു അത്ഭുതമില്ല. E.T.യും കുഞ്ഞാലിക്കുട്ടിയും SDPI നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആര്യാടൻ മുഹമ്മദ് വിശദീകരിച്ചത് ഇങ്ങനെ. കുഞ്ഞാലിക്കുട്ടിയും ബഷീറും മൂത്രയിക്കാൻ ആ സമയത്ത് 2-3 ആള് വരുന്നുണ്ട്. ഒന്ന് SDPIന്റെ പ്രസിഡന്റ്, അയാൾ ബഷീറിന്റെ അടുത്ത വീട്ടുകാരനാണ്. അയാൾ അവിടെ വെച്ച് കണ്ടു. എന്നിട്ട് പറഞ്ഞത് എന്താ അറിയാമോ, അവരുമായി ചർച്ച ചെയ്യുന്നോ എന്ന്. ഇടപ്പാളിലേക്ക് കൺവെൻഷൻ എത്തിച്ചേർന്ന 10,000 E.T. മുഹമ്മദ് ബഷീറിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ്. ന്യൂസ് 18 മലപ്പുറം. ഗോവ മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. മണിക്കൂറുകളോളം നീണ്ട നാടകീയതയ്ക്കൊടുവിൽ പുലർച്ചെ 2 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിയെ കൂടാതെ 11 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. അർദ്ധരാത്രി 12 മണിക്കാണ് BJP നേതാക്കൾ ഭൂരിപക്ഷം ഉന്നയിച്ച് ഗവർണറുടെ വസതിയിലെത്തിയത്. തുടർന്ന് 2 മണിയോടെ നടന്ന ചടങ്ങിൽ മുൻ സ്പീക്കർ പ്രമോദ് സാവന്ത് പുതിയ ഗോവ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സഖ്യകക്ഷികളായ മഹാരാഷ്ട്രവാദി ഗോമാതക് പാർട്ടിയിൽ നിന്നും ഗോവ ഫോർവേഡ് പാർട്ടിയിൽ നിന്നും ഓരോ ഉപമുഖ്യമന്ത്രിമാരടക്കം 11 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അതിവേഗത്തിൽ പരിഹാരം കാണുകയായിരുന്നു BJP. 40 സീറ്റുള്ള ഗോവയിൽ 14 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയായിരുന്നു BJPയുടെ ചടുല നീക്കം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് BJPയുടെ അതിവേഗ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതേസമയം BJPയെ സർക്കാരുണ്ടാക്കാൻ ക്ഷണിച്ച ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമലയിലെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തരെ മരക്കൂട്ടത്ത് തടഞ്ഞ് നിർത്തി ആക്രമിച്ചതായി പരാതി. കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ സംഘം പോലീസിൽ പരാതി നൽകി. സ്ത്രീകളെ തടഞ്ഞു നിർത്തി തിരിച്ചറിയൽ രേഖ ചോദിച്ച് നൽകാത്തതിനാണ് മർദ്ദിച്ചതെന്ന് പരാതിക്കാർ പറഞ്ഞു. പോലീസ് കേസെടുത്തു.
തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ കർമ്മസമിതി പ്രവർത്തകർ മരക്കൂട്ടത്ത് തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പ്രായം 50 കഴിഞ്ഞെന്ന് സ്ത്രീകൾ അറിയിച്ചെങ്കിലും തിരിച്ചറിയൽ രേഖ കാണിച്ചാലേ കടത്തിവിടൂവെന്ന് കർമ്മസമിതി പ്രവർത്തകർ പറഞ്ഞു. രേഖകൾ പോലീസിനെ മാത്രമേ കാണിക്കൂ എന്ന് തീർത്ഥാടക സംഘം നിലപാടെടുത്തതോടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. 2 സ്ത്രീകളെ അടക്കം മർദ്ദിച്ചെന്നാണ് പരാതി. மலைக்கு போனா கூட நாங்க விட மாட்டோம், உங்களை அடிப்போம் அப்படின்னு சொல்லி சன்னிதானத்துல அடிப்போம் அப்படின்னு சொல்லி சொன்னாங்க. പോലീസും കർമ്മസമിതി പ്രവർത്തകർ തമ്മിലും സംഘർഷമുണ്ടായി. കണ്ടാലറിയുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നും പരിക്കുപറ്റിയ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിസമ്മതിച്ചെന്നും കർമ്മസമിതി പ്രവർത്തകർ ആരോപിച്ചു. ന്യൂസ് 18 സന്നിധാനം. സഭാതർക്കം പരിഹരിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയുടെ മധ്യസ്ഥ ചർച്ച ഇന്ന്. ഓർത്തഡോക്സ് സഭ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കും. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ചർച്ചയുടെ ആവശ്യമില്ലെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. യാക്കോബായ സഭ പങ്കെടുക്കും. എക്കാലത്തും സർക്കാരിന് തലവേദനയായ സഭാതർക്കം രമ്യമായി പരിഹരിക്കാനാണ് ശ്രമം. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇരു സഭകളെയും പിണക്കാതെ എങ്ങനെ പ്രശ്നപരിഹാരമുണ്ടാക്കാം എന്നതാണ് വെല്ലുവിളി. ഓർത്തഡോക്സ് യാക്കോബായ സഭകളുമായും മലങ്കര സഭാ സമാധാന സമിതിയുമായും ചർച്ച നടത്താനാണ് സർക്കാർ തീരുമാനം. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതി തീർപ്പാക്കിയ വിഷയത്തിൽ സമവായ ചർച്ചയ്ക്ക് സർക്കാരിന് എന്തവകാശമെന്ന് ഓർത്തഡോക്സ് സഭ ചോദിക്കുന്നു. വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ഉറക്കം നടിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. സർക്കാരിന്റെ സമവായ ശ്രമങ്ങളുമായി സഹകരിക്കുമെന്ന് യാക്കോബായ സഭ അറിയിച്ചിട്ടുണ്ട്. EP ജയരാജൻ അധ്യക്ഷനായ ഉപസമിതിയിൽ E ചന്ദ്രശേഖരൻ, K കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ അംഗങ്ങളാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സിറോ മലബാർ സഭ മുൻ മുഖ്യ വക്താവ് ഫാദർ പോൾ തേലക്കാട്ടിനെതിരായ വ്യാജരേഖ കേസിൽ മാധ്യമവാർത്തകൾ തെറ്റാണെന്ന് സിറോ മലബാർ സഭ. പരാതി ഫാദർ പോൾ തേലക്കാട്ടിനെതിരെ അല്ലെന്നും കർദിനാളിനെതിരെ വ്യാജ ബാങ്ക് രേഖ ചമച്ചവർക്കെതിരെയാണെന്നും സഭ വ്യക്തമാക്കി. തേലക്കാട്ടിനെതിരെ പരാതി നൽകിയെന്നത് തെറ്റാണെന്നും മാധ്യമ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റ് തിരഞ്ഞെടുപ്പ് വാർത്തകൾ. മലപ്പുറത്തെ ക്യാമ്പസുകളെ ആവേശത്തിലാക്കി സ്ഥാനാർത്ഥികളുടെ സന്ദർശനം. LDF സ്ഥാനാർത്ഥി VP സാനു കോളേജ് കുമാരന്മാരുടെ വേഷത്തിൽ വോട്ട് ചോദിക്കാനെത്തിയപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തനത് ശൈലിയിൽ തന്നെയായിരുന്നു. VP സാനു സ്ഥാനാർത്ഥിമാരുടെ പരമ്പരാഗത വേഷമായ മുണ്ടിനു പകരം ജീൻസ് അണിഞ്ഞതായിരുന്നില്ല ചർച്ചാ വിഷയം. സ്ഥാനാർത്ഥിയിട്ട ടീഷർട്ടിന്റെ നിറമായിരുന്നു മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ഇന്നത്തെ സംഭവം. പച്ച വളരെ മനോഹരമായ കളറല്ലേ. ഇപ്പോൾ പിന്നെ ഒരു പരിപാടിക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ഗ്രീൻ റൂമാണെന്നാണ് പറയുന്നത്. ആശുപത്രികളുടെ നിറം ഗ്രീനാണ്. പച്ച ഒരു മോശം നിറമൊന്നുമല്ല. പച്ച ഉപയോഗിക്കാൻ എന്താ പ്രശ്നം? UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്കും ക്യാമ്പസുകളിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ ആവേശത്തിനൊപ്പം കുഞ്ഞാലിക്കുട്ടിയും നീങ്ങി. കൂടെ MLA-മാരായ അഹമ്മദ് കബീറും മഞ്ഞളാംകുഴി അലിയും. ഇപ്പോൾ ഇവിടെ നിറയെ കുട്ടികളാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, അതുപോലെ യുവാക്കൾ, യുവതികൾ, മുതിർന്ന പൗരന്മാർ എല്ലാവരും വലിയ ഹോപ്പിലാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ മാറും, അതിന്റെ ഗുണം ഓരോ ഇന്ത്യൻ പൗരനും കിട്ടും. തിരിച്ചിറങ്ങുമ്പോൾ സെൽഫിക്ക് തിരക്ക് കൂട്ടിയ വിദ്യാർത്ഥികളെയും സ്ഥാനാർത്ഥി നിരാശരാക്കിയില്ല. ന്യൂസ് 18 മലപ്പുറം. കൊല്ലത്ത് LDFന്റെ വിജയത്തിനായി ഒത്തുചേർന്ന സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും. വിദ്യാർത്ഥി യുവജന കാലഘട്ടത്തിലെ ബാലഗോപാലിന്റെ സുഹൃത്തുക്കളാണ് കൊല്ലത്ത് സൌഹൃദ സംഗമം ഒരുക്കിയത്. മുൻകാല SFI നേതാക്കളുടെ സംഗമം കൂടിയായി ഹൃദയപക്ഷം എന്ന പരിപാടി. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായാണ് സുഹൃത്തുക്കൾ ഒത്തുചേർന്നത്. ഹൃദയപക്ഷം എന്ന പേരിലായിരുന്നു വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിലെ സഹപ്രവർത്തകരുടെ ഒത്തുചേരൽ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിന്റെ സംരക്ഷണം തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ഉയർത്തിക്കൊണ്ടുവരണമെന്ന് എഴുത്തുകാരി KR മീരയുടെ ആവശ്യം. ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഞാൻ എപ്പോഴും SFIയുടെ ഈ സമരങ്ങളുടെ ഓരം ചേർത്ത് നടക്കാറുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അംഗത്വം എടുത്തിരുന്നില്ല. കൊല്ലം ടൗൺ ഹാളിൽ ചേർന്ന സൗഹൃദ സംഗമം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു.
പുനലൂർ SN കോളേജിൽ SFI പ്രവർത്തകനായാണ് KN ബാലഗോപാൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് SFI, DYFI എന്നീ സംഘടനകളുടെ അഖിലേന്ത്യാ അധ്യക്ഷനും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. LDF സ്ഥാനാർത്ഥിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ SFI മുൻ ഭാരവാഹികളായ ഡോക്ടർ TM തോമസ് ഐസക്, M വിജയകുമാർ, ഡോക്ടർ V ശിവദാസൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം ലോക്സഭാ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന്. കോട്ടയ്ക്കകം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. 3 പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ തിരുവനന്തപുരം പോരാട്ടച്ചൂടിലേക്ക് കടന്നുകഴിഞ്ഞു. BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിലും കുമ്മനം രാജശേഖരൻ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി മണ്ഡലം കൺവെൻഷൻ പൂർത്തിയാക്കി മേഖലാ കൺവെൻഷനുകളിലേക്ക് കടന്നുകഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി ശശി തരൂറും LDF സ്ഥാനാർത്ഥി C ദിവാകരനും NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ചെലവ് സുതാര്യമാക്കാൻ ഓൺലൈൻ വഴി ഫണ്ട് കണ്ടെത്താനൊരുങ്ങുകയാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ബഹുജന പങ്കാളിത്തത്തോടെ തിരഞ്ഞെടുപ്പ് ചെലവ് കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ക്രൌഡ് ഫണ്ടിംഗ് സാധ്യത തേടുന്നത്. ചെലവ് സുതാര്യമാക്കുക, പൊതുജനങ്ങളിൽ നിന്ന് കൂടുതൽ ഫണ്ട് കണ്ടെത്തുക തുടങ്ങിയവയാണ് ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. അക്കൗണ്ടബിലിറ്റിയും അതുപോലെ ട്രാൻസ്പെറൻസിയും പൂർണ്ണമായും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്, സുതാര്യതയും പ്രതിബദ്ധതയും ജനങ്ങളുടെ നിന്നുള്ള പ്രതിബദ്ധതയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൌഡ് ഫണ്ടിങ്ങിന് രൂപം കൊടുത്തിട്ടുള്ളത്. SBI മുഖേന ഏർപ്പെടുത്തിയ സംവിധാനം RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് ഉദ്ഘാടനം ചെയ്തു. ചെക്ക്, ക്യാഷ്, ഇന്റർനെറ്റ് ട്രാൻസ്ഫർ, കാർഡ് എന്നീ 4 സംവിധാനങ്ങളിലൂടെ ക്രൌഡ് ഫണ്ടിങ്ങിൽ പങ്കാളികളാകാം. കേരളത്തിൽ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ ക്രൌഡ് ഫണ്ടിംഗ് ഏർപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സംവിധാനം ഉപയോഗപ്പെടുത്തുക. ന്യൂസ് 18 കൊല്ലം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർക്ക് ഡബിൾ ആക്ഷൻ അവസരം ലഭിക്കുമെന്ന് K മുരളീധരൻ. എറണാകുളത്ത് ഹൈബീഡന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KV തോമസിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. ഒന്ന്, മോഡിയെ ചവിട്ടി പുറത്താക്കാനുള്ള വോട്ട്. 2, പിണറായിയുടെ കരണക്കുറ്റിക്കടിക്കാനുള്ള. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM-ന് പ്രസക്തിയില്ലാതായെന്നും മുരളീധരൻ പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിണ്ടിയും കോളാമ്പിയുടെ സ്ഥാനെ ഈ മാർക്സിസ്റ്റ് പാർട്ടി. ടോം വടക്കൻ പാർട്ടി വിട്ടതിനെയും മുരളീധരൻ പരിഹസിച്ചു. ഏതെങ്കിലും ഒരു തെക്കനോ വടക്കനോ പോയി വിചാരിച്ചിട്ട് അതൊക്കെ പാർട്ടിനെ ബാധിക്കൂ. KV തോമസ് പങ്കെടുക്കാതിരുന്ന കൺവെൻഷനിൽ PJ ജോസഫിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. ചാലക്കുടി മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ സജീവമായി. പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ഇരുവരും. മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയെ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. കഴിയുന്നിടത്തോളം പേരെ നേരിൽ കണ്ടു പിന്തുണ അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു ബെന്നി ബെഹനാൻ. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, എറണാകുളം അങ്കമാലി അതിരൂപത സഹായമെത്രാൻ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് എന്നിവരെ കണ്ട് അനുഗ്രഹം തേടി. മാതാ അമൃതാനന്ദമയ്യെയും ബെന്നി ബെഹനാൻ സന്ദർശിച്ചു. മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. ചാലക്കുടി ഈ പ്രാവശ്യം ജനാധിപത്യ മുന്നണി വീണ്ടെടുക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് തന്നെ ഇറങ്ങുന്നത്. UDF ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 5-ന് അങ്കമാലിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചു. സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിലായിരുന്നു കൂടിക്കാഴ്ച. അദ്ദേഹം എനിക്ക് എല്ലാ സർവ്വമംഗളങ്ങളും നേർന്നു. നന്നായി വിജയിക്കട്ടെ, നന്നാവട്ടെ എന്ന് പറഞ്ഞു. മണ്ഡലം കൺവെൻഷനുകളും കൂടിക്കാഴ്ചകളും പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിൽ ഇനി വാശിയേറിയ പോരാട്ടച്ചൂടാകും. ന്യൂസ് 18 ചാലക്കുടി. LDF സ്ഥാനാർത്ഥി PK ബിജുവിനെ ട്രോളി ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പ്രചാരണം തുടങ്ങി. ജയിച്ചാൽ മുഴുവൻ സമയവും മണ്ഡലത്തിലുണ്ടാകുമെന്ന ഉറപ്പാണ് രമ്യ ഹരിദാസ് നൽകുന്നത്. ആലത്തൂരിൽ നടത്തിയ റോഡ് ഷോയിലൂടെ വരവറിയിച്ച രമ്യ മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്.
പ്രഭാഷകയാണ്, മികച്ച സംഘാടകയാണ്, ഗായികയാണ്. എന്നാലും ഇടതുകോട്ടയായ ആലത്തൂരിൽ പാട്ടും പാടി ജയിക്കാൻ കഴിയുമെന്നല്ല, നന്നായി പ്രവർത്തിച്ചാൽ ഏത് കോട്ടയും തകർക്കാമെന്ന ആത്മവിശ്വാസമാണ് രമ്യ ഹരിദാസിനുള്ളത്. മണ്ഡലം പിടിക്കാൻ കോഴിക്കോട് നിന്നും എത്തിയ രമ്യ ഹരിദാസ് പ്രചാരണത്തിന്റെ ആദ്യ ദിവസം തന്നെ UDF പ്രവർത്തകരെ കയ്യിലെടുത്തു. ആലത്തൂരിന്റെ MP ആയി രമ്യ ഹരിദാസും കൂടി ഒരു വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ജയിച്ചാൽ മുഴുവൻ സമയവും മണ്ഡലത്തിൽ ഉണ്ടാകും. അത് ആലത്തൂർക്കാർക്കുള്ള തന്റെ ഉറപ്പാണെന്ന് പറഞ്ഞ് LDF സ്ഥാനാർത്ഥി PK ബിജുവിനെ ഒന്ന് ട്രോളി. ഒരു ഫുൾ ടൈം MP ആയി ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാവിധ പ്രശ്നങ്ങൾക്കകത്തും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഒരു പാർലമെന്റ് പ്രതിനിധി എന്നുള്ള രീതിയിൽ ഫുൾ ടൈം ഈ പാർലമെന്റിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഉറപ്പ്. റോഡ് ഷോയിൽ രമ്യയ്ക്കൊപ്പം ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കി മണ്ഡലത്തിന്റെ ഇടതുമനസ് വലത്തോട്ട് മാറ്റാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. ന്യൂസ് 18 പാലക്കാട്. ബംഗാളിലെ CPM കോൺഗ്രസ് നീക്കുപോക്ക് പൊളിഞ്ഞു. CPMന്റെ 2 സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ ബംഗാളിൽ 11 സീറ്റുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് സീറ്റുകളിലേക്ക് പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന CPM കോൺഗ്രസ് ധാരണയാണ് ഇതോടെ ഇല്ലാതായത്. ബംഗാളിലെ CPM സിറ്റിംഗ് സീറ്റുകളായ റായ്ഗഞ്ച്, മുർഷിദാബാദ് മണ്ഡലങ്ങളിലേക്കുൾപ്പെടെ 11 സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. റായ്ഗഞ്ചിൽ ദീപാദാസ് മുൻഷിയും മുർഷിദാബാദിൽ അബു ഹെനയുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ആകെ 42 സീറ്റുള്ള ബംഗാളിൽ 25 സീറ്റുകളിലേക്ക് CPM നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളോട് ആലോചിക്കാതെ ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തിയ CPM ആണ് കൂട്ടുകെട്ട് പൊളിച്ചതെന്ന് ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ സോമൻ മേത്ര ആരോപിച്ചു. അതേസമയം കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു പാർട്ടികൾ. നിലവിൽ CPMന് 2ഉം കോൺഗ്രസിന് 4ഉം സിറ്റിംഗ് സീറ്റുകളാണ് ബംഗാളിലുള്ളത്. സ്ഥിതി വിലയിരുത്താൻ ബംഗാൾ ഇടതുമുന്നണി യോഗം ഇന്നു ചേർന്നേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നടി സുമലത മാണ്ഡ്യ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്വതന്ത്രയായിട്ടായിരിക്കും സുമലത അംഗത്തിനിറങ്ങുക. കോൺഗ്രസ് നേതാവ് MH അംബരീഷിന്റെ വിധവയാണ് അവർ. മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ മകൻ നിഖിലാണ് കോൺഗ്രസ് JDS സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ ആഴ്ചകൾ നീണ്ട പര്യടനത്തിനൊടുവിലാണ് നടി സുമലത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. മാണ്ഡ്യയിൽ നിന്ന് സ്വതന്ത്രയായി മത്സരിക്കും. ജനങ്ങൾക്ക് അംബരീഷിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ಕಾഴ്ചപ്പാടുകൾ നടപ്പിലാക്കുമെന്നും സുമലത ವ್ಯಕ್ತಮಾಕಿ. ಅಂಬರೀಷ್ ಅವರ ಅಭಿಮಾನಿಗಳು ಮಂಡ್ಯದ ಜನತನ್ನ ನೋಯಿಸಬಾರದು ಅನ್ನೋ ಒಂದು ಕಾರಣಕ್ಕಾಗಿ ನಾನು ಇವತ್ತು ನಿರ್ಧಾರ ತಗೋತಾ ಇದ್ದೀನಿ. ಸೊ ಅವರಿಗಾಗಿ ನಾನು ಇವತ್ತು ಈ ಬರೋ ಲೋಕಸಭೆ ಚುನಾವಣೆಯಿಂದ ಸ್ವತಂತ್ರ ಅಭ್ಯರ್ಥಿಯಾಗಿ ನಿಂತ್ಕೋಬೇಕು. മാണ്ഡ്യയിലെ ജനങ്ങളെ സേവിക്കുക അംബരീഷിന്റെ ഭാര്യ എന്ന നിലയിൽ തന്റെ ചുമതലയാണെന്നും സുമലത പറഞ്ഞു. കോൺഗ്രസിന് മാണ്ഡ്യ സീറ്റ് കിട്ടിയാൽ സ്ഥാനാർത്ഥിയാകാനായിരുന്നു സുമലതയുടെ ആദ്യ പദ്ധതി. എന്നാൽ സീറ്റ് JDSനായതോടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തത്. കോൺഗ്രസ് JDS സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ മകൻ നിഖിൽ മണ്ഡലത്തിൽ കന്നി അംഗത്തിനിറങ്ങുന്നു. കർണാടകയിലെ ശ്രദ്ധേയ പോരാട്ടമായി ഇതിനകം തന്നെ മാണ്ഡ്യ മാറിക്കഴിഞ്ഞു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ദേശീയ രാഷ്ട്രീയത്തിൽ നിരവധി നേതാക്കളെ സംഭാവന ചെയ്ത കലാലയമാണ് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല. ഇത്തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ JNU സാന്നിധ്യമുണ്ടാകും. ആസാദി മുദ്രാവാക്യം ഒരുമിച്ച് മുഴക്കിയ വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യകുമാറും വൈസ് പ്രസിഡന്റ് ഷെഹല റാഷിദും മത്സരിച്ചേക്കുമെന്നാണ് സൂചന. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, PB അംഗം പ്രകാശ് കാരാട്ട്, JNUവിൽ നിന്ന് പഠിച്ചിറങ്ങി ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായ ചുരുക്കം ചില പേരുകളാണിത്. എന്നാൽ അടുത്ത കാലത്ത് വാർത്തകൾ നിറഞ്ഞ 2 JNU വിദ്യാർത്ഥികൾ കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യകുമാറും മുൻ വൈസ് പ്രസിഡന്റ് ഷെഹല റാഷിദും. ബീഹാറിലെ ബെഗുസരായ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കനയെ മത്സരിപ്പിക്കാനാണ് CPI ബീഹാർ ഘടകത്തിന്റെ തീരുമാനം. എന്നാൽ സീറ്റ് നൽകാൻ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന RJD ഇതുവരെ തയ്യാറായിട്ടില്ല. RJD സീറ്റ് നൽകിയില്ലെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ പച്ചക്കൊടി കിട്ടിയാൽ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നാണ് ബീഹാർ ഘടകത്തിന്റെ നിലപാട്. IAS ഉപേക്ഷിച്ച് ഷാ ഫൈസൽ രൂപീകരിച്ച ജമ്മു കശ്മീർ പീപ്പിൾസ് മൂവ്മെന്റിന്റെ നേതാവാണിപ്പോൾ ഷെഹല റാഷിദ്. കശ്മീരിൽ നിന്ന് ഷെഹല ജനുവരി തേടിയേക്കുമെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18.
സോഷ്യൽ മീഡിയ കാലത്തും തിരഞ്ഞെടുപ്പുകളിൽ ചുവരെഴുത്തിനെ മാറ്റി നിർത്താനാകില്ല. നവമാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് MP രാജേഷിന് വേണ്ടിയുള്ള ഒരു ചുവരെഴുത്താണ്. 4 ഭാഷകളിലാണ് പാലക്കാട് വിളയൂരിൽ ചുവരെഴുതിയിരിക്കുന്നത്. മലയാളം അറിയാത്തവർക്കും വേണ്ടേ തെരഞ്ഞെടുപ്പ് ചൂട്? ഇതാ പാലക്കാട് വിളയൂരിലേക്ക് പോകാം. ഇംഗ്ലീഷിലും തമിഴിലും അറബിയിലുമെല്ലാം ഇവിടെ ചുവരെഴുതിയിരിക്കുന്നു. ഒപ്പം മലയാളത്തിലും. കുപ്പൂത്ത് സ്വദേശി അഷ്റഫാണ് ഈ ചുവരെഴുത്തിന് പിന്നിൽ. ഇടതുപക്ഷത്തോടും MP രാജേഷിനോടുമുള്ള ആരാധന കൊണ്ടാണ് സ്വന്തം നിലയിലുള്ള ചുവരെഴുത്തെന്ന് അഷ്റഫ്. പാർലമെന്റിലേക്ക് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനപ്രതിനിധികൾ ചെല്ലുമ്പോൾ വിവിധ ഭാഷകൾ ഉണ്ടാകുന്നത് ഒരു നല്ലൊരു മുന്നേറ്റത്തിനും നല്ലൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാന്നുള്ളൊരു താല്പര്യത്തിൽ വെച്ചിട്ടാണ് ഈ വിവിധ ഭാഷകൾ ഉപയോഗിക്കാനുള്ള ഒരു കാരണം. തെരഞ്ഞെടുപ്പ് സമയമായാൽ വ്യത്യസ്തമായി ചുമരെഴുതാൻ അഷ്റഫ് എല്ലായിടത്തും എത്തുമെന്ന് പാർട്ടി പ്രവർത്തകരും. അഷ്റഫിന് ശേഷം ഈ രംഗത്ത് വിളയൂരിൽ വന്ന കുറേയേറെ സഖാക്കളായിട്ടുള്ള ചുമരെഴുത്തുകാരും ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാം അവരവരുടെ മേഖലകളിൽ ഉയർന്നു പോയി. അഷ്റഫും ആ നിലയിൽ ഇന്ന് നല്ല നിലയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. എന്നാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളതിനൊന്നും നിർബന്ധമില്ലെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി എന്നും വരാറുള്ള ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരനാണ് അഷ്റഫ്. ഇതര ഭാഷകളിലുള്ള പ്രചാരണം നാട്ടിലും സോഷ്യൽ മീഡിയയിലും ഹിറ്റായി. അറബിയിലുള്ള ചുവരെഴുത്ത് ചിത്രം മാത്രമെടുത്തുള്ള തർക്കവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ന്യൂസ് 18 പട്ടാമ്പി. ആഭ്യന്തര ഭിന്നതകൾ അവസാനിപ്പിച്ച് കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണം തുടങ്ങി. കല്യോട്ടെത്തി സ്ത്രീകളിൽ നിന്ന് തിരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള പണം ഏറ്റുവാങ്ങി. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ പ്രചാരണം 10ാം ദിവസം പിന്നിട്ടു. കാസർഗോഡ് മണ്ഡലം പ്രചരണച്ചൂടിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ചെന്നൈ മംഗലൂരു മെയിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് വൻ സ്വീകരണമാണ് UDF പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും വിജയം സുനിശ്ചിതമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇവിടെ ഒരു പൊട്ടലുമില്ല, ഒരു ചീറ്റലുമില്ല, ഒരു പൊട്ടിത്തെറിയുമില്ല. ഇവിടുത്തെ കോൺഗ്രസ്, ഇവിടുത്തെ UDF ഒറ്റക്കെട്ടാണ്. അവർക്കാവശ്യം ഇത്തവണ ഈ സീറ്റ് പിടിച്ചെടുക്കലാണ്. പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകളിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി പ്രചാരണം ആരംഭിച്ചത്. ഇരുവരുടെയും ബന്ധുക്കളും മറ്റു സ്ത്രീകളും കെട്ടിവെക്കാനുള്ള തുക രാജ്മോഹൻ ഉണ്ണിത്താന് നൽകി. LDF സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രനും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. BJPയെ നിശ്ചയദാർഢ്യത്തോട് എതിർക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിന്റെ ഫലമായി LDFന് പുറത്തുള്ള നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ LDFന് വോട്ട് ചെയ്യും. കാസർഗോഡ് മണ്ഡലത്തിൽ ഇതുവരെ ലഭിക്കാത്തത്ര ഉയർന്ന നിലയിലുള്ള ഭൂരിപക്ഷം ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കിയ LDF സ്ഥാനാർത്ഥി നിർണയം നേരത്തെയായത് ഗുണകരമായി എന്ന് വിലയിരുത്തുന്നു. മനൂഭരത്, ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം മണ്ഡലത്തിൽ UDFും LDFും പ്രചാരണം ശക്തമാക്കി. മുൻ MP P രാജീവും MLA ഹൈബി ഈഡനും നേർക്കുനേർ പോരടിക്കുന്ന ഇവിടെ പോരാട്ടം ഉറപ്പായി കഴിഞ്ഞു. P രാജീവിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും എതിരാളിയെ വ്യക്തമായതോടെയാണ് പ്രചരണ രംഗം ചൂടുപിടിച്ചത്. വ്യക്തിപരമായ കൂടിക്കാഴ്ചകളിലാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൂടുതലായും കേന്ദ്രീകരിക്കുന്നത്. സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ കണ്ട് അനുഗ്രഹം തേടിയ ഹൈബി ഈഡൻ കൊച്ചിയിലുള്ള മാതാ അമൃതാനന്ദമയെയും കണ്ടു. ഇപ്പോൾ UDFന്റെ പ്രവർത്തകരും നേതാക്കന്മാരും വലിയ ആവേശത്തിലാണ്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ആവേശം അവർക്ക് അവരിൽ കാണാനുണ്ട്. നമ്മുടെ ബൂത്ത് തല കൺവെൻഷനുകളും മണ്ഡലം കൺവെൻഷനുകളും നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളും. അവിടെയെല്ലാം ഒരു വലിയ ഉത്സാഹം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടുകഴിഞ്ഞ രാജീവ് മണ്ഡലത്തിലെ പ്രമുഖ ക്യാമ്പസായ മഹാരാജാസിലെത്തി വോട്ട് തേടി. 3.5 പതിറ്റാണ്ട് ഈ മണ്ഡലത്തിൽ ആഴത്തിൽ ബന്ധമുള്ള ഒരു MP ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്ന രൂപത്തിലായിരുന്നു ആദ്യ പ്രചാര വേലകൾ. ഇപ്പോൾ നിലവിൽ MLA ആയിട്ടുള്ള ആൾ മത്സരിക്കുന്നുണ്ട്. ഈ പേരുകളൊക്കെ പരാമർശിക്കപ്പെട്ട ഘട്ടത്തിലും ഞങ്ങൾ അതിനെ പരാമർശിച്ചുകൊണ്ടല്ല പ്രചരണം നടത്തിയത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറിയ എറണാകുളത്ത് BJP സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച് അഭ്യൂഹം തുടരുകയാണ്. കോൺഗ്രസ് വിട്ട് ഈയിടെ BJPയിലെത്തിയ ടോം വടക്കനായിരിക്കും സ്ഥാനാർത്ഥിയെന്നാണ് ഒടുവിലെ വിവരം. സീറ്റ് നിഷേധിക്കപ്പെട്ട KV തോമസിന്റെ വിമത നീക്കത്തിൽ ഇടതു കേന്ദ്രങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചതിലുള്ള ആശ്വാസത്തിലാണ് UDF. ന്യൂസ് 18 കൊച്ചി.
സുഹൃത്തിന്റെ വായ്പയ്ക്കായി ജാമ്യം നിന്നതിന്റെ പേരിൽ കിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ട കളമശ്ശേരി സ്വദേശിനി പ്രീത ഷാജി സ്വന്തം വീട്ടിലേക്ക് കോടതി നിർദ്ദേശപ്രകാരമുള്ള പണം അടച്ചതിനെ തുടർന്ന് വീടിന്റെ താക്കോൽ പ്രീതിക്കു കൈമാറി. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വീട്ടിലേക്ക് പ്രവേശിക്കാനാണ് തീരുമാനം. 4 മാസത്തിനു ശേഷമാണ് പ്രീത ഷാജിയുടെയും കുടുംബത്തിന്റെയും സ്വന്തം വീട്ടിലേക്കുള്ള മടക്കം. സമരസമിതിയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളോടെ വീടിന്റെ വാതിൽ തുറന്നു. കോടതി നിർദ്ദേശപ്രകാരം അടയ്ക്കേണ്ട തുക സംഭാവനയായും വായ്പയായും കണ്ടെത്തി അടച്ചതോടെയാണ് വീട് വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. 4 മാസം വീടിനു സമീപത്തെ കാവൽപുരയിലായിരുന്നു താമസം. വീട് വൃത്തിയാക്കി ഞായറാഴ്ച താമസം തുടങ്ങാനാണ് തീരുമാനം. ബന്ധുക്കളും നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും ഞായറാഴ്ച ഒത്തുകൂടും. ജനങ്ങളുടെ ഒറ്റൊരു പരിശ്രമവും സഹായവും സർഫാസി ഒരു ജനക പ്രസ്ഥാനത്തിന്റെ വലിയൊരു വിജയം, നാട്ടുകാരുടെയും പാവപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ വിജയമാണത്. അതേസമയം കോടതി അലക്ഷ്യക്കേസിൽ പ്രതിയായ പ്രീത ഷാജിയെ കൊണ്ട് സാമൂഹ്യ സേവനം ചെയ്യിപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ ആലോചന. സേവനം ഏത് തരത്തിലാകണം എന്നത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കും. വീട് ജപ്തി ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് കോടതി അലക്ഷ്യക്കേസിൽ പ്രതിയായത്. ക്ഷമാപണം നടത്തിയെങ്കിലും കോടതി അംഗീകരിച്ചില്ല. പ്രീതയുടെ പ്രവൃത്തികൾ സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നതെന്ന് കോടതി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. വിഷമഘട്ടത്തിൽ സഹായവുമായി എത്തിയതിന് സഹോദരനും റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ചെയർമാനുമായ മുകേഷ് അംബാനിക്കും റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിക്കും നന്ദി പറഞ്ഞ അനിൽ അംബാനി. കുടുംബ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന് ഇരുവരോടും അനിൽ അംബാനി നന്ദി പറഞ്ഞു. എറിക്സൺ കമ്പനിക്ക് പണം നൽകിയില്ലെങ്കിൽ അറസ്റ്റ് നേരിടണമെന്ന് സുപ്രീംകോടതി പറഞ്ഞിരുന്നു. മുകേഷ് അംബാനിയുടെ സഹായത്തോടെ പണമടച്ച റിലയൻസ് കമ്മ്യൂണിക്കേഷൻ മേധാവി അനിൽ അംബാനി അറസ്റ്റ് ഒഴിവാക്കുകയായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് പ്രതി നീരവ് മോദിക്കെതിരെ ലണ്ടൻ കോടതിയുടെ അറസ്റ്റ് വാറന്റ്. നീരവ് മോദി അടുത്ത തിങ്കളാഴ്ച ഹാജരാക്കാനും കോടതി ഉത്തരവിട്ടു. ഇന്ത്യ പിടികൂടാൻ ശ്രമിക്കുന്ന വജ്രവ്യാപാരി കൂടിയായ നീരവ് ലണ്ടനിലെ തെരുവിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. സിബിഐയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സംഘങ്ങൾ ലണ്ടനിലേക്ക് തിരിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അറിയിച്ചു. പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി നിലവിൽ വന്നിട്ട് 113 വർഷം തികഞ്ഞു. 1906 സ്ഥാപിതമായ കമ്പനി ഇൻഷുറൻസ് മേഖലയിലെ മികച്ച വളർച്ച കൈവരിച്ചു. തേജീന്ദർ മുഖർജിയാണ് നിലവിൽ കമ്പനിയുടെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ. നെതർലൻഡ്സിൽ ട്രാം ട്രെയിനിൽ നടന്ന വെടിവയ്പിൽ 3 പേർ മരിച്ചു, 9 പേർക്ക് പരിക്കുണ്ട്. അക്രമിയെന്ന് സംശയിക്കുന്ന തുർക്കി വംശജൻ ഗോഗ്മെൻ ടാനിസിനെ മണിക്കൂറുകൾക്കകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ആക്രമണത്തിന് പിന്നിലെ പ്രചോദനം വ്യക്തമായിട്ടില്ല. നെതർലൻഡ്സിലെ യൂട്രെറ്റ് നഗരത്തിലെ ഒക്ടോബർ പ്ലെയിൻ 24 ജംഗ്ഷനിൽ ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ആക്രമണം. ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ട് സംഭവത്തിൽ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി. ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.